ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ജെൻസി പിള്ളേര് ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. അവർ അകപ്പെട്ടു പോയിട്ടുള്ളൊരു ഒരു ഒരു വൃത്തികെട്ട ഒരു മനോഭാവത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവർ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷൻസിനെ നോർമലൈസ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഡിപ്രഷൻ. ഉറുമ്പ് കടിച്ച ഡിപ്രഷനാണ്, ബ്രേക്കപ്പ് ആയ ഡിപ്രഷനാണ്, മൂഡ് സ്വിങ്സ് വന്ന ഡിപ്രഷനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ. നിങ്ങളിവിടെ ഡിപ്രഷനാണെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്രഷൻ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് വേണം, നിങ്ങൾക്ക് മിണ്ടാതിരിക്കണം, ആരും നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കണം. അതിനു വേണ്ടി ഒരു മെഡിക്കൽ കണ്ടീഷൻ എടുത്തിട്ടിട്ട് അതിനെ മുൻനിർത്തി നിങ്ങൾ ഒരു പ്ലേ നടത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, നിങ്ങൾ ഡിപ്രഷനിലാണെന്ന് പോലും പറയാൻ പറ്റാത്ത വിധം, എന്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എക്സ്ട്രീമായിട്ടുള്ളൊരു അത്രയും മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആൾക്കാരോട് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയെന്നവരില്ല. അപ്പോൾ ചുമ്മാ ഒരു മൂഡ് സ്വിങ്സ് വരുമ്പോൾ, നിങ്ങൾക്ക് സ്ട്രെസ്സിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ, ആങ്സൈറ്റിയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന് ഡിപ്രഷനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒളിച്ചോടുന്ന സ്വഭാവം നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആവാനോ നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ചെയ്യാനോ ഒന്നും പോകില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ.